പത്തിരി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ളോഗ്. വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് പത്തിരി തയ്യാറാക്കുന്നതെന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പത്തിരി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 4 ഗ്ലാസ് പൊടി എടുത്തിട്ടുള്ളത്. വലിയ 4 ഗ്ലാസ് പൊടി, അതേപോലെ 4 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. പത്തിരി നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഉണ്ടാക്കുന്നതാണ്. എന്നാൽ അറിയാത്തവരുണ്ട്. അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓരോ പൊടിയുടെയും വേവനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടും കുറയുകയൊക്കെ ചെയ്യും. നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് പൊടി ഇട്ടതിന് ശേഷം ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി കൊടുത്തിട്ട് നമ്മളിത് വാട്ടിയെടുക്കുക. പൊടിയിലെ വെള്ളം മുഴുവനായും വറ്റിയതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. അതിനുശേഷം ഈ പൊടി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം കൈ പൊള്ളില്ല എന്നുള്ള രീതിയിലായിണ്ട് വെച്ചാൽ നന്നായിട്ട് കൈ വെച്ചിട്ട് കുഴച്ച് മയപ്പെടുത്തിയെടുക്കണം. പത്തിരി കുഴക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം തൊട്ടിട്ട് വേണം നന്നായിട്ട് കുഴച്ചെടുക്കാൻ. പിന്നെ ഇത്രയും പറയാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പത്തിരി ഉണ്ടാക്കാൻ അറിയില്ല, എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ചോദിച്ചു. അതാണ് ഇത്രയും പറയാൻ കാരണം. നമ്മൾ വിചാരിക്കും പത്തിരിയല്ലേ, പത്തിരി പാർക്ക ഉണ്ടാക്കാൻ അറിയാത്തതെന്ന് തോന്നും. എന്നാൽ അറിയാത്തവരും ഉണ്ട്. പത്തിരിയുടെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഇതാ പത്തിരിക്കല്ല് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മീന്നിട്ടിട്ട് നമുക്ക് പത്തിരി പരത്തിയെടുക്കാം. അതിനായിട്ട് ഇതാ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മാവ് ഇതേപോലെ ഉരുളകളാക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ നമുക്കിത് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കുഴൽ വെച്ചിട്ട് ഇതിൻ്റെ 2 ഭാഗവും നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ പത്തിരി റൗണ്ടിൽ തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. നമുക്ക് പത്തിരിയൊക്കെ പരത്തിയെടുക്കുമ്പോൾ ഒരു കല്ലോ പലകയൊക്കെ എടുത്തിട്ട് അതിൻ്റെ മീതെ പരത്തുക നല്ലത്. സ്ലാബിൻ്റെ മുകളിൽ പല്ലികളും എന്തെങ്കിലുമൊക്കെ അരിക്കുന്നുണ്ടാവും. നമ്മൾ അപ്പോൾ തുടച്ചതാണെങ്കിലും നമുക്ക് ഒരു വൃത്തി തോന്നില്ല. അതുകൊണ്ട് നമ്മൾ പലകയുടെ മീതെ പരത്താണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ 3-4 പത്തിരി പരത്തുന്ന ഇതിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് റൗണ്ടിൽ എങ്ങനെയാണ് പത്തിരി പരത്തുക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ക്യാമറയുടെ മുന്നിലല്ലാതെ പരത്തുകയാണെന്ന് വെച്ചാൽ ഇതിന് സ്പീഡിൽ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ 3-4 പത്തിരി ഇതേപോലെ പരത്തിയെടുത്തു. എന്നിട്ട് ഞാൻ ക്യാമറ മാറ്റിയതിൻ്റെ ശേഷം സ്പീഡിൽ തന്നെ ബാക്കിയുള്ള എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് ഉണക്കി പൊടിച്ച പൊടിയാണ്, നനച്ച് വറുത്ത പൊടിയല്ല. നനച്ച് വറുത്ത പൊടിയാണെന്ന് വെച്ചാൽ ഇതിലും കൂടുതൽ വെള്ളം നമുക്ക് ആവശ്യം വരും.
പത്തിരി മുഴുവനായും പരത്തിയെടുക്കൽ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ 3 എണ്ണം വീതം ഇട്ടിട്ടാണ് ഞാൻ അത് പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് പത്തിരിയാണ്. അധിക ദിവസം പത്തിരി തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ്. രാവിലെ ഒന്നും നമുക്ക് തിരക്കുള്ള സമയത്തൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇന്ന് ഇത്തിരി വൈകിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. നമ്മൾ കല്ലിലേക്ക് പത്തിരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായാൽ തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ടൊരു മിനിറ്റ് കിടന്നുണ്ട് വെച്ചാൽ വീണ്ടും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോഴേക്ക് ഇത് പൊള്ള വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ്. പത്തിരി ഉണ്ടാക്കൽ അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. പത്തിരിയുടെ മാവിൽ വെള്ളം പാകപ്പെടുത്തുകയും ചെയ്യുക, അതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ പത്തിരി ഇതേപോലെ നന്നായിട്ട് പൊള്ളച്ച് വരും. അപ്പോൾ നമ്മൾ എത്ര പത്തിരിയാണെങ്കിലും അതൊക്കെ ഒരേപോലെ പൊള്ളച്ച് വരികയും ചെയ്യും. പത്തിരി തീരെ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് നന്നായിട്ട് മാവ് കുഴച്ച് മയപ്പെടുത്തിയതിന് ശേഷം പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുക്കുക. അതിലും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് എനിക്ക് ഇതേപോലെ കല്ലിൻ്റെ മീതെ വെച്ച് പരത്തിയെടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ പത്തിരിയിലേക്ക് ഇന്ന് ചിക്കൻ കറിയാണ് വെച്ചിട്ടുള്ളത്. ചിക്കനിൽ തീരെ മല്ലിപ്പൊടി ഇടാതെ കാശ്മീരി മുളക് പൊടി മാത്രം ചേർത്തിട്ടാണ് ചിക്കൻ കറി തയ്യാറാക്കിയിട്ടുള്ളത്. എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് നല്ല കളറോട് കൂടിയിട്ടുള്ള കറിയാണ് നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുള്ളത്. വെളിച്ചെണ്ണയും കാശ്മീരി മുളകും കൂടി വന്നപ്പോൾ നല്ല കളറ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.